ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ ടെലർ. ഡയറക്ടർ ഡു തന്റെ അച്ഛന്റെ ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അച്ഛന്റെ സംസ്കാര ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് ഡയറക്ടർ ഡുവിനെ സമാധാനിപ്പിക്കാൻ പോകുന്നതും ഡയറക്ടർ ഡു പ്രസിഡന്റിന് ചീത്ത പറയുന്നു. ഇതെല്ലാം നീ കാരണമാണ്. നീ ആയിരിക്കും എന്റെ അച്ഛന്റെ ആരോഗ്യസ്ഥിതി മോശമാവുന്നത് പോലെ സംസാരിച്ചിട്ടുണ്ടാവുക. നീ അച്ഛനെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡയറക്ടർ ഡു കരയുന്നത്. ഇല്ല, ഇത് അങ്ങനെയല്ല, ഇതൊരു ആക്സിഡന്റ് ആയിരുന്നു, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പ്രസിഡന്റ് പറയുന്നു. ഡയറക്ടർ ഡു, നീയാണ് എന്റെ അച്ഛനെ അവസാനം കണ്ടത്, നീയാണ് എല്ലാത്തിനും കാരണം. നിന്റെ ഫേസ് കാണുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല. ഇനി മേല കൺമുന്നിലേക്ക് പോലും വന്നു പോരുത് എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ കമ്പനിയിലെ ഷെൻഷന്റെ അടുത്തേക്ക് യുവാൻ വന്നിട്ട് സങ്കടത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നെ സീറു ചീത്ത പറഞ്ഞു. എനിക്ക് അറിയാൻ പാടില്ല ഇന്ന് അവൻ എന്താ പറ്റിയെന്ന്. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു അവൻ. ഇന്ന് എന്നെ അത്രയും ചീത്ത പറഞ്ഞത് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാ. എനിക്കിപ്പോ ഇവിടെ പിടിച്ചു നിൽക്കാൻ തന്നെ പേടിയാവുന്നുണ്ട് എന്നാണ് അവള് പറയുന്നത്. ഷെൻഷൻ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. ഇന്ന് മോർണിംഗ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂവും റിപ്പോർട്ടേഴ്സിന് കൊടുക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫീ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കൊടുക്കാന്ന്. എന്ന കറക്റ്റ് സമയത്ത് ഞാൻ ബിസി ആയിപ്പോയി. അതുകൊണ്ട് ഞാനത് മറന്നുപോയി. കാറിലിരിക്കുമ്പോഴാ പിന്നെ ഞാൻ ആ കാര്യം ഓർക്കുന്നത്. ആ ഒരു ചെറിയ കാര്യത്തിന് അവൻ എന്നെ എന്തൊരു ചീത്ത പറഞ്ഞു എന്നറിയോ? നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അവൻ ഇന്ന് എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്തത് എന്ന്. നല്ല ദേഷ്യത്തിലായിരുന്നു എന്നൊക്കെ ഞാൻ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ട് ഷെൻഷൻ, സത്യത്തിൽ ഇന്നത്തെ ഈ മിസ്റ്റേക്ക് നിന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് തന്നെയാണ്. ഈ ഒരു ഫീൽഡിൽ സീറോ അത്ര ബന്ധങ്ങളൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടേഴ്സിന്റെ സപ്പോർട്ട് എന്തായാലും അവന് വേണം. ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അവൻ ഇപ്പോൾ ഉള്ള എല്ലാം നഷ്ടമാവും. അവൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ആ ഒരു സമയത്ത് അവന്റെ ലുക്ക് വരെ. ബ്ലൂം കമ്പനിയിൽ ഈ കാര്യങ്ങളൊന്നും അവന് ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. കമ്പനി അവന് ചാൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സിറ്റുവേഷനിൽ അവൻ ഓവർ റിയാക്ട് ചെയ്യുന്നത് സാധാരണയാണ്. സോ ഈ കാര്യത്തിൽ അവന് തെറ്റു പറയാൻ പറ്റില്ല. നീ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് യുവാനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്നിട്ടും യുവാൻ കിടന്ന് സങ്കടം പറയുന്നത് കേട്ടിട്ട്, നീ അപ്പൊ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ബോക്സുവിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന സമയത്ത് എന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിനക്കറിയോ? എങ്ങനെ നോക്കിയാലും സീറോ ബോക്സുവിനേക്കാൾ ബെറ്റർ ആണ്. നീ ഇപ്പൊ ചിന്തിക്കുന്ന പോലെ ഞാൻ അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എപ്പോഴോ ഞാൻ ഈ പണിയും വേണ്ടാന്ന് വെച്ച് പോയേനെ എന്ന് ഷെൻഷൻ പറയുന്നു. ഇത് കേട്ട് യുവാൻ, നമ്മൾ രണ്ടുപേരും അതിന് ഡിഫറെന്റ് ആണ്. നിനക്ക് എല്ലാം അതിജീവിക്കാനുള്ള കഴിവുണ്ട്, എന്നാൽ ഞാൻ അങ്ങനെയല്ല. എനിക്കിപ്പോ നല്ല വിഷമമുണ്ട് എന്നാണ് യുവാൻ റിപ്ലൈ കൊടുക്കുന്നത്. എന്നാ നമുക്ക് പോയി ഫുഡ് കഴിച്ചാലോ? ഫുഡ് കൊണ്ട് തീർക്കാൻ പറ്റാത്ത എന്ത് പ്രോബ്ലം ഈ ലോകത്തുള്ള? നിനക്ക് വേണമെങ്കിൽ നീ കുറേ കഴിച്ചോ. നല്ല ടേസ്റ്റുള്ള ഫുഡ് വയറ്റിലേക്ക് എത്തുന്നതും ഈ പ്രശ്നം എല്ലാം അങ്ങ് തീരും എന്ന് പറഞ്ഞ് ഷെൻഷൻ നല്ല അടിപൊളി ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. ഫുഡ് എന്ന് കേട്ടതും യുവാനും ഹാപ്പി. ഇവിടെ ബോക്സോ പ്രാക്ടീസ് ചെയ്യുവാണ്. പക്ഷെ അവന് സൗണ്ട് ശരിയാവുന്നില്ല, തൊണ്ടവേദനയും എടുക്കുന്നുണ്ട്. കോളിംഗ് ബെല്ല് കേൾക്കുന്നതും അങ്ങോട്ടേക്ക് പോയി നോക്കുന്നു. സീറോ ആണ്. ബോക്സ് അവനെ കാണുന്നതും എന്താന്ന് ചോദിക്കുന്നു. ഞാൻ ഉള്ളിലേക്ക് വന്ന് സംസാരിച്ചോട്ടെ എന്ന് സീറോ ചോദിക്കുന്നു. എന്നാ ബോക്സു, എന്തുണ്ടേലും അവിടെ വെച്ച് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നു. ലീഡ് പാടാൻ എനിക്ക് ചാൻസ് തന്നില്ലേ, ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോ പോപ്പുലാരിറ്റി കിട്ടിയത് എന്ന് പറഞ്ഞ് സീറോ താങ്ക്സ് പറഞ്ഞ്, എല്ലാവർക്കും ഇപ്പൊ എന്നെ ഇഷ്ടമായി, ഒരുപാട് ആക്ടിവിറ്റി ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, എല്ലാം നീ കാരണമാണ് എന്ന് പറയുന്നു. ബോക്സു, ഇതായിരുന്നോ, വേറൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു ഡോർ ക്ലോസ് ചെയ്യാൻ പോകുന്നു. സീറോ നിൽക്കാൻ പറഞ്ഞൊരു കവർ കാണിച്ച്, നിനക്ക് തൊണ്ടവേദനയാണെന്നല്ലേ പറഞ്ഞ, ഞാൻ കുറച്ച് മെഡിസിൻ വാങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് തൊണ്ടവേദന എടുക്കുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കണം, വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറയുന്നു. ബോക്സ് ക്ലാപ്പ് ചെയ്ത്, നീ എന്താ നല്ലൊരാളായിട്ട് മാറിയേ, എന്തിനാ ഇങ്ങനെ കിടന്ന് അഭിനയിക്കുന്നേ? നീ നല്ല മനസ്സുള്ള ഒരാളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഷെൻഷൻ ഇല്ല എന്ന് പറയുന്നു. നീ തെറ്റിദ്ധരിച്ചു, ഷെൻഷന് മുമ്പിൽ ഞാൻ അഭിനയിക്കാറില്ല. ഞങ്ങൾക്ക് പരസ്പരം നല്ല വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ അവളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ആരും അവളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഒരാളും എന്ന് സീറോ പറയുന്നതും ബോക്സു, നീ വിചാരിക്കുന്നത് ഞാൻ അവളെ വേദനിപ്പിക്കാറുണ്ടെന്നല്ലേ? നീ വിശ്വസിക്കുന്നത് നീയാണ് അവളെ സംരക്ഷിക്കേണ്ടത് എന്നല്ലേ? നീ ഒരുപാട് അങ്ങോട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു. സീറോ അതിനൊന്നും പറയാതെ, നന്നായി വെള്ളം കുടിക്കുക, ത്രോട്ടിന് നല്ലതാണ്, പിന്നെ മെഡിസിൻ കഴിക്കുക എന്ന് പറഞ്ഞ് മെഡിസിൻ കൊടുക്കുന്നു. എന്നാ ബോക്സു, ഈ മെഡിസിൻ നിനക്ക് തിരിച്ചു കൊണ്ടുപോകാം, എനിക്കിതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഡോർ ക്ലോസ് ചെയ്യുന്നു. സീറോ ആണെങ്കിൽ ആ മെഡിസിൻ ഡോറിന്റെ മുന്നിൽ വെച്ച് പോവുകയും ചെയ്യുന്നു. ഇപ്പൊ ഇവാൻ സീറോവിനെ അവന്റെ പുതിയ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നിനക്ക് എന്ത് തോന്നുന്നു, എങ്ങനെയുണ്ട്? എനിക്കിവിടെ ആദ്യം കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. എനിക്ക് ഇതുപോലെ നല്ലൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് അടിപൊളിയായിട്ട് ഒന്നും ചെയ്യാതെ സുന്ദരമായി അങ്ങ് കിടന്നേനെ. ഇനി ഒരു ഗ്ലാസ് വേസ് വാങ്ങിയിട്ട് അതിൽ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഇട്ട് വെക്കണം. അപ്പൊ ഈ അപ്പാർട്ട്മെന്റ് ഫുള്ള് നല്ല അടിപൊളി സ്മെല്ലായിരിക്കും. പിന്നെ നിനക്ക് അവിടെ ഇരുന്നിട്ട് ഒരു കപ്പ് കോഫി ഒക്കെ കുടിച്ച് ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാം, നല്ല രസമുണ്ട് അവിടെ കാണാൻ, പെർഫെക്റ്റ് ആയിരിക്കും. നിനക്ക് ഇഷ്ടമായോ എന്ന് പറഞ്ഞ് യുവാൻ സീറോവിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. സീറോവിന് അപ്പാർട്ട്മെന്റ് കിട്ടിയതിൽ സീറോവിനേക്കാൾ സന്തോഷം യുവാനാണ്. അവള് ഹാപ്പിയായി ഓരോ സ്ഥലവും കാണിച്ചു കൊടുക്കുകയും എല്ലാത്തിനും അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട്. സീറോവും അതിനനുസരിച്ച് റിപ്ലൈ കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ടും തീർന്നിട്ടില്ല, ബാത്റൂമിന്റെ വർണ്ണനയടക്കം യുവാൻ നടത്തുന്നുണ്ട്. ഇതൊക്കെ കണ്ട് സീറോ യുവാനോട് താങ്ക്സ് പറയുന്നു. പിന്നെയോ അവള് ആ അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വ്യൂവിനെ കുറിച്ച് പറയുവാണ്. സീറോ അവിടുന്ന് നോക്കി കരിയറിൽ ഇത്രയും ഉയരത്തിൽ എത്തിച്ചേർന്നത് ആലോചിച്ച് യുവാനോട്, ഇപ്പൊ ഞാൻ നല്ല ഹയർ പൊസിഷനിലാണല്ലേ എന്ന് ചോദിക്കുന്നു. യുവാൻ, അത്ര ഹൈറ്റ് ഒന്നും അല്ല, ഇത് 9ാമത്തെ നിലയാണ് എന്ന് പറയുന്നത് കേട്ട് സീറോ ഞെട്ടി അവളെ നോക്കി, എന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് ചിന്തിച്ച്, ശരിയാണ്, ഹയർ പൊസിഷനിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലും ഭംഗിയുണ്ടാവും എന്ന് പറയുന്നു. ഇപ്പൊ അവൻ, എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം,
ക്ഷമിക്കണം എന്ന് പറഞ്ഞ് സോറി പറയുന്നു. ഞാൻ നിന്നോട് കഴിഞ്ഞ തവണ മോശമായിട്ട് പെരുമാറി, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്നവൻ ചോദിക്കുന്നു. നീ എന്തിനാ എന്നോട് സോറി ചോദിക്കുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. സത്യത്തിൽ അത് എന്റെ തന്നെ തെറ്റായിരുന്നു. എന്റെ ജോലി ഞാൻ മര്യാദയ്ക്ക് ചെയ്തില്ല, അത് നിനക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ ഓർത്തുമില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ നിന്നെ ഇതിനു മുന്നേ അത്ര ദേഷ്യത്തിൽ കാണാത്തത് കൊണ്ട് എനിക്ക് ചെറുതായൊരു പേടിയായി, അത്രയേ ഉള്ളൂ എന്നവള് പറയുന്നു. സീറു, നമുക്ക് ഇനിയും ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടി വരും. ഇതുപോലുള്ള മിസ്റ്റേക്ക് ഒന്നും നമുക്ക് ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ നിനക്കൊരു അപ്പോളജി ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. യുവാന ഗിഫ്റ്റ് എടുത്ത് നോക്കുന്നു. കച്ചീഫാണുള്ളത്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് സീറു ചോദിക്കുന്നു. യുവാനും എനിക്കിത് നന്നായിട്ട് ഇഷ്ടമായി, ഇത് എന്റെ തന്നെ മിസ്റ്റേക്ക് ആയിരുന്നു, സോ ഞാനിത് എടുക്കുവാണ്. ഇനി ഞാൻ മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ നോക്കാം. പക്ഷേ ഞാൻ ഈ ജോലിയുടെ കാര്യത്തിൽ ഷെൻഷനെ പോലെ അത്ര ക്യാപ്പബിൾ ഒന്നും അല്ല. സോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നെ അങ്ങനെ അങ്ങ് വഴക്കു പറയാൻ നിൽക്കരുത് എന്ന് അവൾ മുൻകൂർ ജാമ്യം എടുക്കുന്നു. സീറു, നമുക്ക് ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, എന്തായാലും സക്സസ്ഫുൾ ആവും എന്ന് പറയുന്നു. യുവാനും ഓക്കെ പറഞ്ഞ് ഹാപ്പി ആയി അവിടുന്ന് പോകുന്നു. ഇവിടെ കമ്പനിയിലെ മിസ്റ്റർ ചങ് പ്രസിഡന്റിന് സീറുവിന്റെ സോങ് കേൾപ്പിക്കുവാണ്. നന്നായിട്ട് പാടിയിട്ടുണ്ട് അവൻ. ഇനി സീറു ആണ് നമ്മുടെ കമ്പനിയുടെ ലീഡ് സിംഗർ എന്ന് പ്രസിഡന്റ് പറയുന്നു. മിസ്റ്റർ ചങ് ഉടനെ, നിങ്ങൾ ഇതുപോലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിലെ പഴയ ആർട്ടിസ്റ്റുകൾക്കൊക്കെ നല്ല ദേഷ്യം ഉണ്ടാവും എന്ന് പറഞ്ഞ് ബോക്സുവിനെ നിങ്ങൾ മറന്നോ എന്ന് ചോദിക്കുന്നു. പ്രസിഡന്റ്, ബോക്സുവിന്റെ കരിയർ ക്ലോസ് ആയി, ഇത് അവന്റെ തന്നെ തെറ്റാണ്, സോ നമ്മൾ ഇനി സീറുവിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന് പ്രസിഡന്റ് പറയുന്നു. പ്രസിഡന്റ് ഇപ്പൊ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് PR ടീമിന്റെ കയ്യിലാണ്. PR ടീം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് സീറുവിന് കൂടുതൽ റീച്ച് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. സീറു ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങുന്നു. ഞാൻ ഇതിനേക്കാൾ ഹയർ പൊസിഷനിൽ എത്തണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന സോങ്സ് ആണ് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത്. മ്യൂസിക്കിലായിരിക്കും അധികവും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയലും ഡയറക്ടർ യു ആദ്യമായിരുന്നു ആക്ടർ സിംഗർ എന്നൊക്കെ വേറെ വേറെ ആയിരുന്നു. ഇപ്പോ എല്ലാവരും എല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലേ ഫാൻസിനെയും എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റുള്ളൂ. നീ സിംഗിങ്ങിന്റെ കൂടെ തന്നെ ആക്ടിങ്ങും എന്തായാലും ചെയ്യണം, എന്നാലേ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. സീറു അതിന്, എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, എന്നാ ഞാൻ സിംഗറാണ്, സിംഗിങ്ങിലായിരിക്കും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആക്ടിങ് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ കമ്പനിക്കും എനിക്കും ഉപകാരമുള്ള തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാം, അല്ലാതെ ഈ ഫണ്ണി തിങ്സിലൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. ഇത് ഡയറക്ടർ യുവിന് ഇഷ്ടാവുന്നില്ല. ഡയറക്ടർ ഞാൻ ഫാൻസിന് ഇഷ്ടാവുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നിനക്ക് എപ്പോഴും PR ടീമിന്റെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറയുന്നു. ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഡയറക്ടർ നാനും യുവും ഒറ്റയ്ക്ക് സംസാരിക്കുവാണ്. ഡയറക്ടർ യു, സീറു എന്തുകൊണ്ടായിരിക്കും അവന്റെ ഇമേജിനെ പറ്റി ഇത്രയ്ക്ക് കോൺഷ്യസ് ആയിട്ടിരിക്കുന്നത്? അങ്ങനെ കോൺഷ്യസ് ആയിരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതിനിപ്പോ എന്താ, അവൻ നമ്മുടെ കമ്പനിക്ക് പണം ഉണ്ടാക്കി തരുന്നുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്, വേറെ ഇപ്പൊ എന്താ വേണ്ടേ? ബോക്സു നമുക്ക് എത്ര പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സീറോ ഒക്കെ എത്രയോ ഭേദമാണ് എന്ന് പറയുന്നു. ഇപ്പൊ ഷെൻഷൻ മിസ്റ്റർ ഗുവിന്റെ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഏത് സ്റ്റൈലാണ് ബോക്സുവിനെ ചൂസ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു ഐഡിയയും ഇല്ല എന്ന് ഷെൻഷൻ പറയുന്നു. മിസ്റ്റർ ഗു ഇപ്പൊ റെസ്റ്റോറന്റിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന പാട്ടിനെ പറ്റി ചോദിക്കുന്നു. ഷെൻഷൻ, നന്നായിട്ടുണ്ടല്ലോ, ഈ CD എനിക്ക് തരുമോ, ബോക്സുവിനെ കേൾപ്പിക്കാനാണ് എന്ന് പറയുന്നു. മിസ്റ്റർ ഗു തരത്തില്ല എന്ന് പറയുന്നു. ഷെൻഷൻ, എന്നാ ഞാൻ അവനെ ഇങ്ങോട്ട് വിളിക്കട്ടെ, ഇവിടെ ഇരുന്നും കേൾക്കാലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നു. മിസ്റ്റർ ഗു പെട്ടെന്ന് തന്നെ, അവൻ ഇങ്ങോട്ട് വന്നാൽ ഞാൻ അവൻ ഇങ്ങോട്ടേക്ക് കയറ്റില്ല, ആ ഡോറിന്റെ അവിടെ എങ്ങനെ ഇരുന്ന് പാട്ടേക്കാൻ പറ എന്ന് പറയുന്നു. ഷെൻഷനും ഓക്കെ എന്ന് പറഞ്ഞ് ബോക്സുവിനെ വിളിക്കുന്നു. ബോക്സ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവന് തൊണ്ടവേദന കൂടിയത് കാരണം ഷെൻഷനോട് ഒന്നും തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല. സോ അവൻ കോള് കട്ട് ചെയ്യുന്നു. ഷെൻഷനാണെങ്കിൽ ദേഷ്യം വരികയും ചെയ്യുന്നു. ബോക്സു, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, എന്നെ നോക്കണ്ട എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിടുന്നുണ്ട്. ഇത് കേട്ട് ഷെൻഷൻ, ഇപ്പൊ ഉറങ്ങ്, രാവിലെ ആയി, എന്താ നിനക്ക് വയ്യേ എന്ന് വോയിസ് നോട്ട് അയക്കുന്നു. നോട്ടിഫിക്കേഷൻ വരുന്നതിന്റെ സൗണ്ട് അവൻ കേൾക്കുന്നുണ്ട്. എന്നാൽ അവൻ എടുത്തു നോക്കാൻ പോലും വയ്യ, അവൻ അവിടുന്ന് പോകുന്നു. ഇപ്പൊ ഷെൻഷൻ ബോക്സുവിന്റെ വീട്ടിലേക്ക് വരുന്നു. നീ എന്താ രാവിലെ തന്നെ ഉറങ്ങുന്നേ, എന്താ ഫോൺ എടുത്തിട്ട് ഒന്നും സംസാരിക്കാതിരുന്നേ എന്ന് ചോദിച്ചിട്ടും അവനൊന്നും മിണ്ടാത്തത് കണ്ട്, എന്തു പറ്റി നിനക്ക് വയ്യേ എന്ന് ചോദിച്ച് അവനെ തൊട്ട് നോക്കുന്നു. പക്ഷേ നിനക്ക് പനിയൊന്നും ഇല്ലല്ലോ, എന്താ പറ്റിയതെന്ന് പറ എന്നവള് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവൻ മിണ്ടാൻ ശ്രമിക്കുന്നുണ്ട്, എന്ന സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. അത് നോക്കി ഷെൻഷൻ, തൊണ്ടവേദന എടുക്കുന്നുണ്ടോ, പിന്നെന്താ ഇത് നേരത്തെ പറയാതിരുന്നേ, വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറഞ്ഞ് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പൊ ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കി, ഇത് വോക്കൽ നൊഡ്യൂൾ ആണ്. ഒരുപാടോ അല്ലെങ്കിൽ ശരിയല്ലാത്ത രീതിയിലോ സൗണ്ട് എടുക്കേണ്ടി വന്നാൽ അത് തൊണ്ടയിലെ മസിൽസിനെ മോശമായിട്ട് ബാധിക്കും, മസിൽസ് വീങ്ങും, അതുകൊണ്ട് തൊണ്ടവേദനയും ഉണ്ടാവും. ഇത് സാധാരണയാണ്, പേടിക്കാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾ സൗണ്ട് ഒരുപാട് ഉപയോഗിക്കരുത്. ഇനിയും ഒരുപാട് സൗണ്ട് എടുക്കാൻ നോക്കിയാൽ സിറ്റുവേഷൻ വളരെ മോശമാവും, അല്ലെങ്കിൽ ഭാവിയിൽ സൗണ്ട് മാറാൻ വരെ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ പറയുന്നു. സൗണ്ട് ഇനിയും കൂടുതൽ ഉപയോഗിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവും എന്നാണ് ഡോക്ടർ പറയുന്നത്. ബോക്സു ഇതൊക്കെ കേട്ട് ആകെ അപ്സെറ്റ് ആവുന്നു. ഒരു സിംഗർ എന്ന നിലയിൽ അവന് ഏറ്റവും കൂടുതൽ വേണ്ടത് വോയിസ് ആണ്. ഇപ്പൊ ആ വോയിസിൽ തന്നെയാണ് ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. സോ അവൻ ആകെ ഡിപ്രസ്ഡ് ആയി പോകുന്നു. ഷെൻഷനും അവന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ അവൾക്കും എന്ത് പറഞ്ഞാണ് അവനെ സമാധാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ ബോക്സു വീട്ടിലേക്ക് വന്നിരിക്കുവാണ്. അവന്റെ ചേച്ചി, നീ വിഷമിക്കേണ്ടടാ, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നു. ഈ സമയത്ത് ഈ വിവരം അറിഞ്ഞിട്ട് ഞാനും അങ്ങോട്ടേക്ക് വരുന്നു. എന്റെ US ഫ്രണ്ട്സ് വഴി അവിടെ ഒരു നല്ല ഡോക്ടറെ സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എടുത്താലോ എന്ന് അവള് ചോദിക്കുന്നു. ഇത്
കേട്ടുകൊണ്ടാണ് ബോക്സുവിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒരു കാര്യം അവന് സംഭവിച്ചത് തന്നെ സിംഗിങ് കരിയർ ഇനി ബോക്സുവിന് വേണ്ട എന്നുള്ളതുകൊണ്ടാണ്. അവൻ എന്റെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യണം. അതിനിപ്പോ എന്തിനാ സൗണ്ട് ഒക്കെ എന്ന് ചോദിക്കുന്നു. ഞാനാണെങ്കിൽ ബോക്സുവിനെ സപ്പോർട്ട് ചെയ്ത് ബോക്സുവിന്റെ അച്ഛനോട് സംസാരിക്കുന്നു. എന്നാൽ ബോക്സുവിന്റെ അച്ഛൻ, നിന്റെ ചേട്ടൻ നിന്റെ അച്ഛന്റെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്തു. എന്റെ മകളൊരു ഡിസൈനറാണ്. അങ്ങനെയാവുമ്പോ എന്റെ ബിസിനസ് ആരാ ടേക്ക് ഓവർ ചെയ്യണ്ടേ? ബോക്സു തന്നെയല്ലേ എന്ന് ചോദിക്കുന്നു. ബോക്സു, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ഞാൻ പോവാണെന്നും പറഞ്ഞു പോകുന്നു. ബോക്സുവിന്റെ അച്ഛൻ യാനോടും ബോക്സുവിന്റെ അടുത്തേക്ക് പോവാൻ പറയുന്നു. യാൻ ബോക്സുവിനോട്, അങ്കിള് പറഞ്ഞാൽ നീ കാര്യമാക്കണ്ട. അങ്കിള് നിന്റെ മേലെ നന്നായിട്ട് കെയറിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് എന്റെ ഫ്രണ്ട്സ് വഴി ഞാൻ US നല്ല ബെസ്റ്റ് ഡോക്ടറിനെ നോക്കട്ടെ എന്നവള് ചോദിക്കുന്നു. ബോക്സു ഓക്കെ പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇവിടെ ചേച്ചിയാണെങ്കിൽ ബോക്സുവിന്റെ അച്ഛനോട് ബോക്സുവിനെ എങ്ങനെ ഫോഴ്സ് ചെയ്യരുതെന്ന് പറയുന്നു. പ്രസിഡന്റ് ഇപ്പോ ഡയറക്ടർ ഡൂവിന്റെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കുന്നു. സോറി, ഞാനിപ്പോ നല്ല ഡിപ്രഷനിലാണ്, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് കമ്പനി മാത്രമല്ല ഫാമിലിയും ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നിങ്ങളെ മകളെയും പേരക്കുട്ടിയെയും അനുഗ്രഹിക്കണം. ഞാൻ എപ്പോ നിങ്ങളെ സ്വർഗത്തിൽ വെച്ച് കാണുന്നോ അപ്പൊ ഞാൻ സോറി ചോദിച്ചോളാം. എന്നാ ഈ കാര്യം എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ല. ഈ കാര്യം ഒരു രഹസ്യമായിരിക്കണം. ഇത് ഞാൻ ആരോടും പറയില്ല. എന്നോട് ക്ഷമിക്കണം എന്ന് പ്രസിഡന്റ് പറയുന്നു. ഈ സമയത്താണ് ഡയറക്ടർ ഡു അടുത്തുള്ള റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. നീ വീട്ടിലില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പ്രസിഡന്റ് പറയുന്നു. അത് അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇതെല്ലാം പറയില്ലായിരുന്നല്ലോ അല്ലെ? ഇതിനെല്ലാം കാരണം നീയാണെന്ന് എനിക്കറിയാം. ഇനി നീ എന്റെ കൺമുന്നിൽ പോലും നിൽക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. പ്രസിഡന്റ് ഡയറക്ടർ ഡൂവിനെ ഹഗ് ചെയ്ത് കാമാക്കാൻ നോക്കുന്നു. ഡയറക്ടർ ഡു ഉടനെ, എന്റെ ജീവിതത്തിൽ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. പ്രസിഡന്റ് ഇത് കേട്ട് ഷോക്കാവുന്നു. ഇനി എന്റെ മുഖത്ത് പോലും നോക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഡയറക്ടർ ഡു പ്രസിഡന്റിനെ പുറത്താക്കി ഡോർ ക്ലോസ് ചെയ്ത് ഒരുപാട് കരയുന്നു. പ്രസിഡന്റും ആകെ സാഡായിട്ട് അവിടുന്ന് പോകുന്നു. ഇവിടെ ബോക്സ് മൂവി കാണുവാണ്. അവന്റെ ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നു. നൈറ്റ് ഫുൾ അവൻ മൂവി കണ്ടോണ്ടിരിക്കുവായിരുന്നു. ചേച്ചി, നീ എന്താ റെസ്റ്റ് എടുക്കാത്ത? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വാ, അച്ഛൻ നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ബോക്സ് ആണെങ്കിൽ എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയുന്നു. ചേച്ചി, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ഡോക്ടറിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാം എന്ന് പറയുന്നു. ഇപ്പൊ എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല, വേണ്ട എന്ന് ബോക്സ് പറയുന്നു. നിനക്ക് എന്ത് പറ്റി? നീ നിന്റെ മ്യൂസിക് കരിയർ ഗിവ് അപ്പ് ചെയ്യാൻ പോവാണോ? എന്നിട്ട് അച്ഛന്റെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാൻ പോവാണോ എന്ന് ചേച്ചി ചോദിക്കുന്നു. നിനക്ക് ടാലന്റ് ഇല്ല, നിന്റെ അച്ഛന്റെ പണം കൊണ്ടാണ് നീ ഇവിടം വരെ എത്തിയത് എന്നൊക്കെ എന്റെ മുഖത്ത് നോക്കിയും അല്ലാതെയും പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അവരുടെ മുന്നിലൊക്കെ എന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോ ദൈവം തന്നെ എന്നോട് എല്ലാം നിർത്താൻ വേണ്ടിയിട്ട് പറയുന്നത് പോലെയാ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നവൻ സങ്കടത്തോടെ പറയുന്നു. ചേച്ചി, അങ്ങനെയൊന്നുമല്ല, നീ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത് എന്ന് പറയുന്നു. ഇപ്പൊ അവൻ കിടക്കുവാണ്. അങ്ങോട്ടേക്ക് അവന്റെ അച്ഛൻ വന്ന് അവനെ പിടിച്ചെഴുന്നേപ്പിച്ച്, വാടാ നമുക്ക് ഗോൾഫ് കളിക്കാൻ പോവാം എന്ന് പറയുന്നു. അയ്യോ ഞാനില്ല, ഈ ഗോൾഫ് എന്ന് പറയുന്നത് പ്രായമായ ആളുകൾ കളിക്കുന്ന ഗെയിമാ എന്ന് പറയുന്നു. ആര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ അച്ഛൻ, ബോക്സ് എപ്പോഴും അവന്റെ ഫോണിൽ കേട്ടോണ്ടിരിക്കുന്ന പാട്ട് കേട്ട് നീ എപ്പോഴും ഇതുപോലെ സ്ലോ പിച്ച് ആയിട്ടുള്ള സോങ് അല്ലേ കേട്ടോണ്ടിരിക്കുന്നത്? നിനക്ക് ബോറടിക്കുന്നൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നതോടുകൂടി എപ്പിസോഡ് എടുത്തിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.